ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കനെക്സിന്റെ എല്ലാ മക്കൾക്കും മാർക്കനെക്സിന്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ +1 ക്രിസ്മസ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 1 മാർക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്തല്ല MCQ മാത്രമല്ല, 1 മാർക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാമോ അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്കൊന്ന് പഠിച്ചാലോ. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചത്, find out the fundamental quantity from among the physical quantities given below. ഏതൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ, ഫോഴ്സ്, ഡെൻസിറ്റി ആണ്. വെലോസിറ്റി ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണോ? അല്ല, അല്ലെ? ആൻഡ് ടെമ്പറേച്ചർ നമുക്കറിയാം, നമ്മുടെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ ടെമ്പറേച്ചർ ഒരു സ്ഥാനമുണ്ട്, അല്ലെ? സോ ടെമ്പറേച്ചർ എന്താണ്, നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്താണ്, കെൽവിൻ എന്നാണ്. ആലോചിച്ച് നോക്കുക, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ആലോചിക്കുക, അതെന്താണ്, കെൽവിൻ ആണ്. റെഡി? അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. നമ്പേഴ്സ് ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ 0.0024500. നിങ്ങൾക്കറിയാം, ഞാൻ അതിന് ഷോർട്ട് ട്രിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടല്ലേ. നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാണാൻ വേണ്ടി നിങ്ങൾ ആകെ നോക്കേണ്ടത് 2 കാര്യങ്ങളാണ്. പോയിന്റ് ഉള്ള നമ്പർ ആണോ, പോയിന്റ് ഇല്ലാത്ത നമ്പർ ആണോ? പോയിന്റ് ഉള്ള നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ മാർക്ക് ചെയ്യാം, റൈറ്റ് സൈഡ് ഫുൾ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഇനി പോയിന്റ് ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോയും മാർക്ക് ചെയ്യണം, ലാസ്റ്റ് നോൺ സീറോയും മാർക്ക് ചെയ്യണം, അല്ലെ? സോ ഇത് പോയിന്റ് ഉള്ള നമ്പർ ആണ്. സോ ഫസ്റ്റ് നോൺ സീറോ ഞാൻ മാർക്ക് ചെയ്തു, ബാക്കി റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാവരും എന്തായിരിക്കും, സിഗ്നിഫിക്കന്റ് ആണ്. സോ 1 2 3 4 5, അല്ലെ? സോ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്, 5. നോക്കിയത് 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക, പോയിന്റ് ഉള്ള നമ്പർ ആണോ, പോയിന്റ് ഇല്ലാത്ത നമ്പർ ആണോ? പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റിന് ശേഷമോ മുന്നേ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോയിന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് നോൺ സീറോ, അത് മുന്നേ ആയിക്കോട്ടെ, എപ്പോഴും എവിടെ ആയിക്കോട്ടെ, പോയിന്റ് ഉള്ള നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ മാർക്ക് ചെയ്യുക, ബാക്കി റൈറ്റ് സൈഡ് ഫുൾ എന്തായിരിക്കും, സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ആലോചിച്ച് വെക്കണം, മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട സിമ്പിൾ ആണ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്താണ്, ആംപിയർ ആണ്, അല്ലെ? സോ ആംപിയർ ആണ് എന്ത് വരിക, നമ്മുടെ ഇലക്ട്രിക് കറന്റിന്റെ SI യൂണിറ്റ് വരിക. ആൻഡ് സിംബലൈസേഷൻ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ A ആണ് നമ്മൾ എന്ത് ചെയ്യുക, സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പോകുന്നു. In a projectile motion, the vertical component of the velocity at maximum height is, അല്ലെ? വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലെ? വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നത്, കുറഞ്ഞു വരുന്നത്. അത് ഏറ്റവും ടോപ്പിൽ എത്തുന്ന സമയത്ത്, ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് ആ വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിട്ട് മാറും. സോ യുവിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ആലോചിക്കണം, വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ആൻഡ് ഇതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ആൻഡ് ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ആലോചിച്ച് വെക്കുക, അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് സ്റ്റിൽ അവിടെ എന്തായിരിക്കും, ഹൊറിസോണ്ടൽ കമ്പോണന്റ് സ്റ്റിൽ അവിടെ എന്തായിരിക്കും, എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. റെഡി അല്ലേ? അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്തായിരിക്കും, U cos θ ആയിരിക്കും. അത് മറന്നു പോരുത്, എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ അല്ലേ? ഞാൻ ഇതിന് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ പോയിന്റ് ആണ്. ഇതിന് നമുക്ക് ആവശ്യം എന്താണ്, 0 ആണ്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 0 എന്ന് അവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. റെഡി ആണല്ലോ? സോ വെർട്ടിക്കൽ കമ്പോണന്റ് അവിടെ 0 ആയി. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നു. ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എങ്ങനെ നമ്മളത് കണ്ടുപിടിക്കുക, നമ്മളെ കയ്യിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, Gmm എന്താണ്, R² ആണ്, അല്ലെ? നമുക്ക് എന്താ പറയാം, Gm1 m2 R² എന്ന് വിളിക്കാം. ഓക്കെ, അതിന് കുഴപ്പമില്ല. സോ 2 മാസം എടുത്താൽ മതി. സോ m1 m2 എന്ത് വരും, d² ആണ്. നമുക്ക് ജീന്റെ ആണെങ്കിൽ ബാക്കിയുള്ള അപ്പുറത്തേക്ക് കൊണ്ടോട്ടെ. സോ ജീന്റെ ഇക്വേഷൻ എന്ത് വരും, F × d² m1 m2 എന്ന് വരും, അല്ലെ? ഓരോ ആൾക്കാർ എന്ത് ചെയ്യാ, നിങ്ങൾ ഡയമെൻഷൻ കൊടുക്കുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്, mLT⁻², ആണ്. ഡിസ്റ്റൻസ് L ആണ്, അതിന്റെ സ്ക്വയർ എന്ത് വരും, L² വരും. താഴെ മാസ് ഇൻറ്റു മാസ് ആണ്. സോ മാസ് എന്ന് പറഞ്ഞാൽ m ആണ്, m × m m² വരും, അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ m⁻⁻1 L³ T⁻², എന്ന് നമുക്ക് എന്ത് ചെയ്യും, അവിടെ നിങ്ങളുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. റെഡി ആണല്ലോ? നേരെ നമ്മൾ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എ ഗ്രാഫ് ഓഫ് പൊസിഷൻ ടൈം ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ. കറക്റ്റ് നമ്മളുടെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ റിലേറ്റഡ് ടു ദിസ് ഗ്രാഫ്. വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻക്രീസസ്. ഇവിടെ വെലോസിറ്റി കൂടുന്നുണ്ടോ? എടാ, ഇവിടെ പൊസിഷൻ ഒരേപോലെയാ കൂടി പോകുന്നത്, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സോ പൊസിഷൻ ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത്, കൂടി പോകുന്നത്. എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്നവിടെ അർത്ഥം ഉണ്ടോ? ഇല്ല. ഒബ്ജക്ട് ഈസ് സ്റ്റേഷനറി എന്നൊരു അർത്ഥം ഉണ്ടോ? സ്റ്റേഷനറി ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പൊസിഷൻ മാറാൻ പാടില്ല. സോ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും വരിക, അത് അങ്ങനെയുമല്ല. അപ്പൊ ഇതുമല്ല, അല്ലേ? സോ ഇതുമല്ല എന്ന് പറയാം, പിന്നെ എന്താ വരിക, ഒബ്ജക്ട് ഹാസ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. തീർച്ചയായിട്ടും അങ്ങനെയാണ്, കാരണം ഇവിടെ പൊസിഷൻ മാറുന്നത് ഒരേപോലെ. അതുകൊണ്ടാണ് നമുക്ക് അവിടെ
യെസ്, എന്ത് വന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നത്. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കടാ. സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് കണ്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് ഒരു സാധനം ഉറപ്പിക്കാം. കോൺസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിഫോം എന്ന് പറഞ്ഞൊരു ടേം ആ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ പുറകിൽ ഉണ്ടാവും. സോ സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ എന്തോ ഒരു യൂണിഫോം ആണ് അവിടെ ഉണ്ടാവും. എന്തിലോ ഒന്ന് യൂണിഫോമിറ്റി കാണിക്കുന്നുണ്ടാവും. ഇവിടെ എന്തിലാണ് ആ യൂണിഫോമിറ്റി കാണിക്കുന്നത്? യെസ്, വെലോസിറ്റിയിലാണ് ആ യൂണിഫോമിറ്റി കാണിക്കുന്നത്. സോ കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റന്റ് യൂണിഫോം വെലോസിറ്റി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇൻ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. അല്ലെ, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ അകത്തുള്ള ഒരു ബോഡിയുടെ എന്ത് വരയ്ക്കാനാ പറഞ്ഞത്? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. അല്ലെ, നേരെ നമുക്ക് വരയ്ക്കാം. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എക്സ് വൈ ആക്സ് വരയ്ക്കുകയാണ്. സോ ഇവിടെ നമ്മളെ ടൈം എടുക്കാം, ഇവിടെ നമ്മുടെ വെലോസിറ്റി എടുക്കാം. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ അല്ലേ, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ അല്ലേ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം. യെസ്, ഇനീഷ്യൽ എവിടെ തുടങ്ങണം എന്ന് പറഞ്ഞില്ല അല്ലെ. സോ ഇനീഷ്യൽ വെലോസിറ്റി 0 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 0-ൽ നിന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് യൂണിഫോം, നമുക്കറിയാം യൂണിഫോം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. ആക്സിലറേറ്റ് ചെയ്യണ്ടേ എന്ന് വെച്ചാൽ വെലോസിറ്റി കൂടണം, എന്നാലേ ആക്സിലറേഷൻ സംഭവിക്കുള്ളൂ അല്ലെ. വെലോസിറ്റി കൂടിയാലേ ആക്സിലറേഷൻ ഉള്ളൂ. പക്ഷെ ആ കൂടുന്നത് എങ്ങനെ അടിക്കണം? ദാ ഒരേപോലെ കൂടണം. അതുകൊണ്ട് നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരിക. സോ ഇതാണ് നമ്മൾ എന്ത് വന്നത്? ആ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ ഗ്രാഫ് വന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ സാർ മറ്റൊരു രീതി കൂടി പറഞ്ഞുതരാം. ഇതിപ്പോ ഇനീഷ്യൽ വെലോസിറ്റി ഇല്ലാതെ വരച്ച്, ഇനി സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ അകത്ത് വിത്തേൻ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയാണ്, അങ്ങനെയാണ് നമുക്ക് 0 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. സോ ഇവിടുന്ന് യൂണിഫോം ആണ്, സോ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് വരിക. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾ എന്ത് ചെയ്യും? അത് സ്റ്റാർട്ട് ചെയ്യണം. അത്രേ എന്റെ കണ്ടീഷൻ ഉള്ളൂ. ഓക്കെ, ഇൻ കേസ് ഈ ക്വസ്റ്റ്യന്റെ അകത്ത് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇൻ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം വരയ്ക്കേണ്ടത്. ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് 0 മാർക്ക് ആയിരിക്കും കിട്ടുക. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. അല്ലെ, യൂണിറ്റ് ഉണ്ട് പക്ഷെ ഡയമെൻഷൻ ഇല്ല. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കാം. അല്ലെ, യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. സ്ട്രെയിൻ എന്താ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് സ്ട്രെയിൻ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അത് ലെങ്ത് മാറിയാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ക്യാൻസൽ ആവൂലേ? ആവും. അപ്പൊ സ്ട്രെയിൻ എന്തില്ല? യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. റിലേറ്റീവ് വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ അതും എന്താണ്? റിലേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അതിന് യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല. റെഡി അല്ലെ? ആൻഡ് ആംഗിൾ അല്ലെ. സോ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡിഗ്രി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, റേഡിയൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ അല്ലെ സൈൻ തീറ്റ എന്ന് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ തീറ്റ എന്ന് വിളിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് അവിടെ ഒരു ഡയമെൻഷൻ എന്ന് കൊടുക്കാൻ സാധിക്കാറുണ്ടോ? ഇല്ല അല്ലെ. റിലേറ്റീവ് ഡെൻസിറ്റി അതും എന്താണ്? ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ലാത്ത ഒരാളാണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഹാസ് എ യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ അല്ലെ. ആംഗിളിന്റെ യൂണിറ്റ് ഉണ്ട്, റേഡിയൻ ആണ്, പക്ഷെ അത് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? അവിടെ ആംഗിൾ ആണ് നിങ്ങളുടെ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ മാർക്ക് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? നേരെ നമ്മൾ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. It was Galileo who first stated the independency of the horizontal and the vertical component of a projectile motion. Write down the horizontal and the vertical component of the initial velocity of a projectile. അല്ലെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എന്തൊക്കെ നമുക്ക് മാർക്ക് ചെയ്യണം? അല്ലെ, എക്സ് കമ്പോണന്റ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് പറയണം, അതേപോലെ വൈ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് പറയണം. എന്താണ് യു എക്സ് വരിക? യു കോസ് തീറ്റയാണ്, മറന്നു പോരുത്, പഠിച്ചു വെക്കണം. വെർട്ടിക്കൽ കമ്പോണന്റ് എന്താ വരിക? യു സൈൻ തീറ്റയും ആയിരിക്കും വരിക. റെഡി അല്ലേ? ആൻഡ് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞാൽ ഇവിടെ എന്താണ്? യു കോസ് തീറ്റയ്ക്ക് എന്താണുള്ളത്? കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും. അതേപോലെ യു സൈൻ തീറ്റയ്ക്ക് എന്താണുള്ളത്? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണുള്ളത്. ആക്സിലറേഷൻ മാറിപ്പോവരുത്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയും വെർട്ടിക്കൽ കമ്പോണന്റ് കോൺസ്റ്റന്റ് ആക്സിലറേഷനും. ഇൻ കേസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് അവിടെ ആൻസർ ചെയ്യാൻ പറ്റണം. റെഡി ആണല്ലോ? ആൻഡ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. എ ബോയ് ത്രോസ് എ ക്രിക്കറ്റ് ബോൾ വിത്ത് എ വെലോസിറ്റി യു അല്ലെ, വിത്ത് എ വെലോസിറ്റി യു അറ്റ് ആൻ ആംഗിൾ തീറ്റ ആണ് കേട്ടോ മക്കൾ. ഇവിടെ തീറ്റ അല്ലെ, angle theta with the horizontal. What is the kinetic energy of the ball at the highest point of the projection? അല്ലെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. വളരെ സിമ്പിൾ. നമുക്ക് കാണുമ്പോൾ എന്തോ വലിയ സംഭവം തോന്നുമെങ്കിലും സിമ്പിൾ ആണ് അല്ലെ. നമുക്കൊരു പ്രൊജക്ടൈൽ മോഷൻ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതല്ല ഒരു പ്രൊജക്ടൈൽ മോഷൻ അല്ലെ. നമ്മൾ രണ്ട് കമ്പോണന്റ് പറഞ്ഞു. ഹൊറിസോണ്ടൽ എന്താണ്? യു കോസ് തീറ്റ ആണ്. വെർട്ടിക്കൽ എന്താണ്? യു സൈൻ തീറ്റ ആണ്. ആൻഡ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ വെർട്ടിക്കൽ കമ്പോണന്റ് 0 നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ സ്റ്റിൽ ആരുണ്ട്?
യെസ് യു കോസ് തീറ്റ അവിടെ ഉണ്ട്. കാരണം അതെന്താണ് കോൺസ്റ്റന്റ് വെലോസിറ്റിയാ, ആ വെലോസിറ്റി മാറാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെ കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താ വരിക, ഹാഫ് എം ഡി സ്ക്വയർ. അവിടെയുള്ള വെലോസിറ്റി ആരാണ്, വെലോസിറ്റി ഏത് മാത്രമേ ഉള്ളൂ, എം ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ അവിടെ ആര് മാത്രമേ ഉള്ളൂ, യു കോസ് തീറ്റയേ ഉള്ളൂ. അതിന്റെ സ്ക്വയർ എടുക്കുക, നേരെ അതിന് സ്ക്വയർ കൊടുത്തോ. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക അവിടെ ഉണ്ടാവുന്ന, യെസ് അവിടെ ഉണ്ടാവുന്ന എന്ത്, യെസ് നമ്മളുടെ എന്ത് പറയണ മക്കളെ പറഞ്ഞേ, യെസ് കൈനറ്റിക് എനർജി അവിടെ വരുന്നുണ്ടാവുക. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ, യെസ് ഓക്കെ. സോ നമ്മള് ആ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെ കൈനറ്റിക് എനർജി നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റെഡി ആണല്ലോ, നേരെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ എ പ്രൊജക്ടൈൽ മോഷൻ ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അറ്റ് മാക്സിമം ഹൈറ്റ്. അല്ലേ, നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞാണ്. സോ വെർട്ടിക്കൽ കമ്പോണന്റ് അറ്റ് മാക്സിമം ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും വരിക, 0 ആണ്, അതിലൊരു മാറ്റവും ഇല്ല. പക്ഷേ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്തായിരിക്കും, യു കോസ് തീറ്റ ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിൽ ടു വെക്ടേഴ്സ് ബി പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഇഫ് ദ ക്രോസ് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ദം ഇസ് 0? അല്ലെ, സോ രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണ്. സോ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി സൈൻ തീറ്റയാണ്. അല്ലെ, എ ബി സൈൻ തീറ്റയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഈ എ ക്രോസ് ബി 0 ആണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം അല്ലെ. സൈൻ തീറ്റ 0 ആണെങ്കിൽ തീറ്റ ഷുഡ് ബി എന്തായിരിക്കണം, സൈൻ 0 അല്ലേ 0. സോ തീറ്റ 0 ആയിരിക്കും. സോ രണ്ട് വെക്ടേഴ്സ് നമുക്ക് എന്തെന്ന് പറയാം, വെക്ടർ എ ആൻഡ് വെക്ടർ ബി എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണം. സോ പാരലൽ, റെഡി ആണല്ലോ. സോ പാരലൽ ആണെങ്കിൽ ആംഗിൾ 0 ആവുള്ളൂ. ആംഗിൾ 0 ആയാലേ എന്ത് വരുള്ളൂ, ക്രോസ് പ്രൊഡക്റ്റ് അല്ലെ. കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ട് എന്ത് പ്രൊഡക്റ്റ് ആണ്, ക്രോസ് പ്രൊഡക്റ്റ് അവിടെ എന്തായിട്ട് മാറുന്നുള്ളൂ, 0 ആയിട്ട് മാറുന്നുള്ളൂ. റെഡി, പെർഫെക്റ്റ് ആണല്ലോ. യെസ്, നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദി പാത്ത് ഫോളോഡ് ബൈ എ പ്രൊജക്ടൈൽ? എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കൊടുക്കാം, പാരബോള അല്ലെ. സോ പാരബോള ഷേപ്പ് ആണ് എന്തിനുള്ളത്, നമ്മുടെ പ്രൊജക്ടൈലിന്റെ പാത്തിന് അല്ലെ ട്രജക്ടറിക്ക് ഉള്ളത് അല്ലെ. സോ നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ? നേരെ നമുക്ക് പറയാം, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതിന്റെ മക്കൾ എഴുതി വെക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കും, സെക്കൻഡ് ലോ പറഞ്ഞ ഇക്വേഷൻ എഴുതാൻ. അപ്പൊ എല്ലാവരും എഫ് ഈക്വൽ ടു എം എഴുതും. തെറ്റാണ് മക്കളെ. സെക്കൻഡ് ലോ പറഞ്ഞതാണ് എഫ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഡി പി ബൈ ഡി ടി, അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ്. ഇതാണ് സെക്കൻഡ് ലോയിൽ പറഞ്ഞ ഇക്വേഷൻ. ഇത് നമ്മൾ ഡെഡ്യൂസ് ചെയ്തെടുത്ത ഇക്വേഷൻ ആണ് എന്ത്, എഫ് ഈക്വൽ ടു എം എ. അപ്പൊ സെക്കൻഡ് ലോയിൽ പറഞ്ഞ ഇക്വേഷൻ എന്താ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എഴുതി വെക്കണം. അടുത്തത് സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അല്ലെ. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഈസ് ഓൾവേസ് കൺസർവ്ഡ്. ഒന്നുകൂടി പറയാണ്, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഈസ് ഓൾവേസ് കൺസർവ്ഡ് ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ. ഇമ്പോർട്ടന്റ് ആണ്. സോ നോക്കി വെക്കുക, എഴുതി വെക്കുക. റെഡി ആണല്ലോ, അടുത്തേക്ക് പോവാം. While firing a bullet, the gun recoils. Which conservation law help you to explain this phenomenon? നിങ്ങൾ ആ ഒരു റീകോയിൽ വെലോസിറ്റി ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ഭാഗത്തും എന്ത് കോൺസ്റ്റന്റ് ആക്കി എടുത്ത്, മൊമെന്റം അല്ലെ. സോ നമുക്ക് ധൈര്യമായിട്ട് എന്ത് പറയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അതാണ് നമ്മളുടെ ആൻസർ വരിക, കൺസർവേഷൻ ഓഫ് മൊമെന്റം. റെഡി ആണല്ലോ. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സോ എല്ലാവർക്കും ബൈ.